അപ്പം ഇന്ന് വന്നിട്ടുള്ളത് നല്ല അടിപൊളി ഒരു ഫേസ് പാക്കിൻ്റെ റെസിപ്പിയുമായിട്ടാട്ടോ. അപ്പോൾ നമ്മൾ നൈറ്റിൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള നല്ലൊരു അടിപൊളി ഫേസ് പാക്കാണ് നമ്മളിന്നിവിടെ കാണിക്കുന്നത്. ആഴ്ചയിൽ ഒരു തവണ നമ്മളിതിവിടെ റെഡിയാക്കി വെക്കാറുണ്ട് കേട്ടോ. നമുക്കിത് ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്തിട്ട് നമുക്ക് നൈറ്റിൽ ഇത് യൂസ് ചെയ്തിട്ട് ഉപയോഗിക്കാനായിട്ട് പറ്റും. നമ്മുടെ കൊറിയൻ ടീമിൻ്റെ ഫേസൊക്കെ നിങ്ങൾ കണ്ടിട്ടില്ലേ, അതേപോലെ നല്ല ഗ്ലാസ് ആയിട്ട് നമ്മുടെ ഫേസ് ഇങ്ങനെ തിളങ്ങി നിൽക്കും. അതേപോലെ തന്നെ നമ്മുടെ മുഖത്തുണ്ടാകുന്ന പിമ്പിൾസ്, അതേപോലെ ചെറിയ ചുളിവുകളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ നമ്മുടെ ഫേസിൽ നിന്ന് മാറി നല്ല അടിപൊളിയായിട്ട് നല്ല സ്മൂത്തായിട്ട് തന്നെ നമ്മുടെ സ്കിൻ എപ്പോഴും നല്ല അടിപൊളിയായിട്ട് കിട്ടും കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒത്തിരി ഐറ്റംസുകളൊന്നും നമുക്ക് ആവശ്യമില്ല. ഒരു വൈറ്റമിൻ്റെ ഒരു ക്യാപ്സ്യൂൾ എടുത്തിട്ടുണ്ട്. പിന്നെ ഇതാ ഞാനിവിടെ വീട്ടിൽ നിന്ന് മുറിച്ചെടുത്തിട്ടുള്ള നമ്മുടെ അലോവേര. അപ്പോൾ ഞാനിത് ഒരു ഗ്ലാസ്സിൽ കുറച്ച് വെള്ളത്തിലിങ്ങനെ വെച്ചിട്ടുണ്ട്. അത് നമുക്കിത് ഇങ്ങനെ മാറ്റി വെക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്കിന്നിനൊക്കെ അലർജി ഉള്ളവർക്കൊക്കെ അത് മാറിക്കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഒരു യെല്ലോ ഷെയ്ഡുള്ള ഒരു ലിക്വിഡ് ഇതിൽ നിന്ന് വരും. അതൊന്ന് പോയതിന് ശേഷം വേണം നമ്മളിത് യൂസ് ചെയ്യാനായിട്ട്. അതെല്ലാം നിങ്ങളുടെ കയ്യിൽ വാങ്ങിച്ചെടുത്തിട്ടുള്ള അലോവേര ജെല്ലുണ്ടെങ്കിൽ അതും നിങ്ങൾക്ക് യൂസ് ചെയ്യാം കേട്ടോ. ഞാനിപ്പോൾ വീട്ടിലുണ്ടായെടുത്തത് കൊണ്ട് നമ്മൾ എടുത്തതേ ഉള്ളൂ. പിന്നെ നമുക്ക് വേണ്ടത് റേഷൻ കടയിൽ നിന്ന് വാങ്ങിച്ചെടുത്തിട്ടുള്ള പച്ചരി. നിങ്ങൾക്ക് ഏത് പച്ചരി വേണമെങ്കിലും എടുക്കാം. ഞാനിപ്പോൾ ഇവിടെ എല്ലാ തവണയും നമ്മൾ പച്ചരി ഇട്ട് കഴിഞ്ഞാൽ ഇതേപോലെ ഒരു ബോക്സ് നമ്മൾ കഴുകി 2 ദിവസത്തെ വെയിൽ കൊള്ളിച്ച് നമ്മൾ ഇതേപോലെ മാറ്റി വെക്കും. നമുക്കിതേപോലെ വല്ല ഫേസ് പാക്കൊക്കെ റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ മാറ്റി വെക്കുന്നതാട്ടോ. അപ്പോൾ ഒത്തിരി എക്സ്പെൻസ് ഒന്നും ഇല്ലാത്ത രീതിയിലാണ് നമ്മൾ ഈ ഒരു ഐറ്റം റെഡിയാക്കി എടുക്കുന്നത്. നമുക്കിത് ഒരു തവണ റെഡിയാക്കി വെച്ച് കഴിഞ്ഞാൽ ഒരു ബോക്സിലാക്കി വെച്ചാൽ നമുക്കിത് ഒരാഴ്ച വരെ യൂസ് ചെയ്യാനുള്ളതാണ് നമ്മളിവിടെ റെഡിയാക്കി വെക്കാറുള്ളത്. അപ്പോൾ ഇനി ഇതെങ്ങനെയാണ് റെഡിയാക്കി എടുക്കണമെന്ന് കണ്ടു നോക്കിയാലോ. അപ്പോൾ എല്ലാവർക്കും നമ്മുടെ വീഡിയോസ് ഇഷ്ടമാവും. നമ്മുടെ വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ഒന്ന് ലൈക്ക് ചെയ്യുക. ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബും കൂടെ ചെയ്യാം കേട്ടോ. അപ്പോൾ ഇനി ഞാനിതാ ഇതേപോലത്തെ ഒരു ബൗൾ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ ഒരു 4 ടേബിൾ സ്പൂൺ, നിങ്ങൾക്ക് ഒരാഴ്ചക്ക് മാത്രം മതിയെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു 4 ടേബിൾ സ്പൂണ് പച്ചരി മതിയാവും. ഒരുപാട് ദിവസത്തിന് നമ്മളിത് ചെയ്ത് വെക്കരുത്. അപ്പോൾ നമുക്കതിൻ്റെ എഫക്റ്റ് അങ്ങോട്ട് കുറഞ്ഞു പോകും. നമ്മൾ 7 ദിവസത്തിന് മാത്രം നമ്മൾ ചെയ്തെടുത്താൽ മതിയാവും. അത് കഴിയുമ്പോൾ നമുക്ക് ചെയ്തെടുക്കാമല്ലോ. ഒത്തിരി ബുദ്ധിമുട്ടൊന്നുമില്ല ഇത് ചെയ്തെടുക്കാനായിട്ട്. അപ്പോൾ നമ്മളത് നല്ലപോലെ കഴുകി ഉണക്കി എടുത്തിട്ടുള്ളതായതുകൊണ്ട് നമ്മളിതിലേക്ക് ഡയറക്റ്റ് അങ്ങോട്ട് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇനി ഇത് സ്റ്റൗവിൽ വെച്ചിട്ട് നമുക്കൊന്ന് തിളപ്പിച്ചെടുക്കണം. തിളപ്പിച്ചെടുക്കാമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നിങ്ങൾ ചോറാക്കി എടുക്കരുത്. ചെറുതായിട്ടൊന്ന് നമുക്ക് കഞ്ഞി വെള്ളത്തിൻ്റെ ആ ഒരു ഫോമിൽ വരണ വരെ നമ്മൾ എന്ത് ചെയ്യാം, ഒന്ന് തിളപ്പിച്ചെടുക്കാം. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിത് നമ്മൾ വാങ്ങിച്ചെടുക്കുന്ന പാല് ഉണ്ടല്ലോ, പാലിൻ്റെ ആ ഒരു രീതിയിലായി കഴിഞ്ഞാൽ നമ്മൾ സ്റ്റൗ ഓഫ് ചെയ്യാം, നല്ലപോലെ തണുക്കാനായിട്ട് വെക്കാം. അപ്പോൾ ഇനി ഞാനിതൊന്ന് സ്റ്റൗവിലേക്ക് വെച്ചിട്ട് തിളപ്പിച്ചെടുക്കട്ടെ. തിളച്ച് കുറച്ച് സമയം നമ്മുടെ അരി ഒന്നിങ്ങനെ പൊട്ടി വരണം. ആ ഒരു രീതി ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഓഫ് ചെയ്യാം കേട്ടോ. അപ്പോൾ പിന്നെ ബാക്കിയുള്ള ചൂടിലിരുന്നിട്ട് നമ്മുടെ അരി കറക്റ്റായിട്ട് ശരിയായിക്കോളും. അപ്പോൾ നമുക്ക് മിക്സിയുടെ ജാറിൽ അടിച്ചെടുക്കുമ്പോൾ നല്ല സ്മൂത്തായിട്ട് കിട്ടും. അപ്പോൾ നമുക്കിതൊന്ന് സ്റ്റൗവിലേക്ക് വെച്ചിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം. അപ്പോൾ ഇതാ നമ്മുടെ പച്ചരി നമ്മൾ ഗ്യാസ് സ്റ്റോപ്പിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. നമ്മളിതിൽ ഒഴിച്ചെടുത്തിട്ടുള്ള വെള്ളം എന്ന് പറയുന്നത് ഞാനിപ്പോൾ എടുത്തിട്ടുള്ള ഈ ഒരു കപ്പിൽ 2 കപ്പ് വെള്ളം. നമ്മുടെ ഈ ഒരു അരി ഒന്ന് തിളച്ച് കഴിയുമ്പോൾ ജസ്റ്റ് ഒന്ന് തിക്കായിട്ട് വരും. അപ്പോൾ ആ തിക്കായിട്ട് വരുന്ന സമയത്ത് നമ്മൾ വീണ്ടും വെള്ളം ഒഴിച്ചു കൊടുക്കാൻ പാടില്ല. അതിനനുസരിച്ചിട്ടുള്ള വെള്ളം നമ്മൾ കണക്കാക്കി വെക്കുക. അപ്പോൾ 4 ടേബിൾ സ്പൂണിന് നമ്മൾ ചായ കുടിക്കുന്ന ഗ്ലാസ്സിൽ ഒരു 2 ഗ്ലാസ് വെള്ളം നിങ്ങൾ ഒഴിച്ചെടുത്താൽ മതിയാവും. പിന്നെ എക്സ്ട്രാ വെള്ളം ചേർത്തിട്ട് നമ്മളിത് ഒരിക്കലും മിക്സിയുടെ ജാറിൽ അടിച്ചെടുക്കാനും പാടില്ല. അപ്പോൾ നമ്മുടെ ഈ ഒരു പച്ചരിയുടെ ആ ഒരു സ്റ്റാർച്ച് നമുക്ക് ഇറങ്ങിക്കിട്ടണം. അതിന് വേണ്ടിയിട്ടാണ് നമ്മളിത് ഇങ്ങനെ തിളപ്പിച്ചെടുക്കുന്നത്. അപ്പോൾ ഇനി ഇതൊന്ന് നല്ല പോലെ ഒന്ന് തിളച്ച് വരട്ടെ. അപ്പോൾ ഇതാ നമ്മുടെ ഒഴിച്ചു കൊടുത്ത വെള്ളമൊക്കെ നല്ല പോലെ അങ്ങോട്ട് കണ്ടില്ലേ വറ്റി ഒന്ന് തിക്കായി വന്നിട്ടുണ്ട്. എന്നാലും നമ്മുടെ അരി വെന്ത് പോയിട്ടുമില്ല. നമുക്ക് ഇതേപോലെ എടുത്താൽ കാണാൻ പറ്റും. ചെറുതായിട്ട് നമ്മുടെ അരി ഒന്ന് പൊട്ടി വരണം, ഇത്രയേ ആവശ്യമുള്ളൂ. കണ്ടല്ലോ, ഈ ഒരു വെള്ളം മാത്രം മതിയാവും നമുക്കിതൊന്ന് അരച്ചെടുക്കാൻ വേണ്ടിയിട്ട്. ഒന്ന് തണുത്ത് വരട്ടെ. അപ്പം നമുക്ക് അലോവേര ജെല്ലൊന്ന് റെഡിയാക്കി എടുക്കാം. ഇനിയിപ്പോൾ നമുക്കിനി ഇതാ
ഞാൻ ഈ അലോവേര ജെല്ലിൻ്റെ ഈ ഒരു ഭാഗം നമ്മൾ കട്ട് ചെയ്തെടുക്കുന്നത്. ഇതേപോലെ വേണം നമ്മൾ എടുക്കാനായിട്ട്. നമ്മളെ വീട്ടിൽ എടുത്തിട്ടുള്ളതാകുമ്പോൾ നമുക്ക് നാച്ചുറലായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്നതല്ലേ, അതുകൊണ്ടാണ്. പിന്നെ ഞാനിതാ നമ്മുടെ ഈ ഒരു വേവിച്ചെടുത്ത നമ്മുടെ ഈ ഒരു പച്ചരിയില്ലേ, നമുക്കിത് മിക്സിയുടെ ചെറിയ ജാറിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നല്ല ഫൈനായിട്ട് നമുക്ക് അരഞ്ഞ് കിട്ടണം. ഇതാ ഞാൻ മുഴുവനായിട്ടും ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്, കണ്ടില്ല, റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട്. ഇനി നമുക്കിതിലേക്ക് നമ്മുടെ അരിഞ്ഞെടുത്ത നമ്മുടെ അലോവേര ജെല്ല് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിത് നല്ല സ്മൂത്തായിട്ട് തന്നെ അരച്ചു കൊണ്ടുവരാം. അപ്പോൾ ഇതാ നമ്മൾ നല്ല സ്മൂത്തായിട്ട് തന്നെ അരച്ചു കൊണ്ടുവന്നിട്ട് കണ്ടില്ലേ, ഈ ഒരു ടെക്സ്ചറിൽ വേണം നമുക്ക് അരഞ്ഞു കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മൾ വേവിച്ചെടുത്ത ആ ഒരു ബൗളിലേക്ക് തന്നെ നമുക്കിതങ്ങ് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഇതാ നമ്മുടെ റൈസ് നല്ല പോലെ നമ്മൾ അടിച്ച് മാറ്റിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഗ്യാസ് സ്റ്റോപ്പിലേക്ക് വെച്ചിട്ട് ജസ്റ്റ് ഒന്നത് കുറുക്കിയെടുക്കണം. അപ്പോഴാണ് നമ്മുടെ ഒരു ഫേസ് പാക്കിൻ്റെ ഒരു ടെക്സ്ചറിലേക്ക് നമ്മുടെ ഈ ഒരു ഐറ്റം ആയി വരുള്ളൂ കേട്ടോ. അപ്പോൾ ഇനി നമുക്കിതൊന്ന് റെഡിയാക്കി എടുക്കാം. അപ്പോൾ ഇതാ ഞാൻ ഗ്യാസ് സ്റ്റോപ്പിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്, കണ്ടില്ലേ, ഫ്ലെയിം ഒന്ന് കൂട്ടി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഇതേപോലെ ഒന്ന് കുറുക്കിയെടുക്കാം. ഇതിലുള്ള ഒരു വെള്ളത്തിൻ്റെ ആ ഒരു ഈർപ്പൊക്കെ ഒന്ന് മാറിക്കിട്ടണം. അപ്പോൾ ഇതാ ഈ ഒരു ടെക്സ്ചറിലേക്ക് മാറി വന്നിട്ടുണ്ട്, കണ്ടില്ലേ. ഇനി നമുക്കിതൊന്ന് തണുത്ത് വരട്ടെ. പിന്നെ ഞാനിതാ ഒരു ഗ്ലാസ് ബൗളിലേക്ക് നമ്മൾ മാറ്റിയെടുത്തിട്ടുണ്ട്. ഇനി ഞാനിതിലേക്ക് ഒരു വൈറ്റമിൻ ഇയുടെ ഒരു ക്യാപ്സ്യൂൾ നമ്മൾ കൊടുക്കുന്നുണ്ട്. 3 എണ്ണം വരെ നമുക്ക് കൊടുക്കാം കേട്ടോ. ഡ്രൈ സ്കിന്നുള്ളവർക്ക് 3 എണ്ണം വരെ കൊടുക്കാം. നമുക്കിപ്പോൾ ഇവിടെ ഓയിലി സ്കിൻ ആയതുകൊണ്ട് ഞാൻ ഒത്തിരി ഒന്നും ചേർക്കുന്നില്ല, ഒരെണ്ണം തന്നെ നമുക്ക് കൂടുതലാട്ടോ. ഒരുപാട് ഓയിലാകുമ്പോൾ നമ്മുടെ മുഖത്ത് കുരു വരും. ഡ്രൈ സ്കിൻ കൊടുക്കാം കേട്ടോ. ഓരോരുത്തരും ഉപയോഗിക്കുന്ന ആ ഒരു സിറം ഏതാണോ അത് നിങ്ങൾക്ക് ഇതിലേക്ക് 2 ഡ്രോപ്പ് വെച്ചിട്ട് ഇതിലേക്ക് കൊടുക്കാം. അതല്ല നിങ്ങൾക്ക് അങ്ങനെ താല്പര്യമില്ല എന്നുണ്ടെങ്കിൽ ഇതിലേക്ക് നമ്മുടെ വെളിച്ചെണ്ണ ഉണ്ടല്ലോ, കോക്കനട്ട് ഓയിൽ, അത് 1-2 ഡ്രോപ്പും നമുക്കിതിലേക്ക് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ കൊടുക്കുന്നില്ല, കാരണം നമ്മളത് ഓയിലി സ്കിൻ ആയതുകൊണ്ട് നമുക്കിത് ഒത്തിരി നമുക്ക് ഓയിൽ ശരിയാവില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഞാനിതിലേക്ക് ചേർത്തെടുക്കാത്തത്. അപ്പോൾ ഈ 2 ഓപ്ഷനും നിങ്ങൾക്ക് ചെയ്തെടുക്കാം. ഏറ്റവും കൂടുതൽ നമ്മൾ ചെയ്തെടുക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോരുത്തരുടെ സ്കിന്നിന് സൂട്ടായിട്ടുള്ള വൈറ്റമിൻ സിറം നിങ്ങൾ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ 2 ഡ്രോപ്പ് നിങ്ങൾക്ക് ഇതിലേക്ക് കൊടുക്കാം. എന്നിട്ട് അപ്പം നമ്മളിനി ഇത് നൈറ്റ് നമ്മൾ ഫേസൊക്കെ നല്ല പോലെ വാഷ് ചെയ്തതിന് ശേഷം ഒരു കോട്ടൺ ടവലൊക്കെ വെച്ച് നല്ല പോലെ നമ്മുടെ വെള്ളത്തിൻ്റെ ആ ഒരു ഈർപ്പൊക്കെ തുടച്ചെടുത്തിട്ട് നമുക്ക് ഈ ഒരു ഫേസ് പാക്ക് നമുക്ക് അപ്ലൈ ചെയ്ത് അത് രാവിലെ നമുക്ക് ഫേസ് വാഷ് ചെയ്തെടുക്കാം കേട്ടോ. നല്ല ഈ അടിപൊളിയായിട്ടുള്ള റിസൾട്ടാണ്. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. അപ്പോൾ ഇനി നമുക്കിതൊന്ന് ഞാനിപ്പോൾ ഇത് അവിടെ കയ്യിലൊന്ന് അപ്ലൈ ചെയ്ത് കാണിക്കാം. ഇതേപോലെ നമുക്കൊന്ന് തേച്ച് കൊടുക്കാം. കണ്ടില്ലേ, നല്ല സ്മൂത്തുമാണ്, നല്ല റിസൾട്ടാട്ടോ ഈ ഒരു ഫേസ് പാക്ക് എന്ന് പറയുന്നത്. നല്ലപോലെ ഒന്ന് മസാജ് ചെയ്തിട്ട് വേണം നമ്മളിത് ഫേസിൽ അപ്ലൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പം നിങ്ങൾക്ക് തന്നെ സ്വയം നിങ്ങൾക്ക് മനസ്സിലാവും ഇത് ചെയ്ത് വരുമ്പോൾ തന്നെ 1-2 ദിവസം നമ്മൾ അടുപ്പിച്ചങ്ങ് ഫേസിലിട്ട് കഴിഞ്ഞാൽ അതിനുള്ള ഒരു മാറ്റം നമുക്ക് തന്നെ മനസ്സിലാവാനായിട്ട് പറ്റും. കണ്ടില്ലേ, ആ ഒരു ടെക്സ്ചർ നിങ്ങൾ കണ്ടില്ലേ, ഒരു സ്മൂത്തായിട്ടുള്ള ഒരു ടെക്സ്ചറാണ് നമുക്ക് ഈ ഒരു ഫേസ് പാക്കിന് ഉണ്ടാവുക. ഇതാ ഞാൻ നല്ല പോലെ ഒന്ന് പിടിപ്പിച്ചെടുത്തിട്ടുണ്ട്. 5 മിനിറ്റ് നമുക്കിതൊന്ന്
ഇങ്ങനെ ഒന്ന് ഡ്രൈ ആവാനായിട്ട് വെക്കാട്ടോ. എന്നിട്ട് ഞാൻ നിങ്ങൾക്കിത് കഴുകി കാണിച്ചു തരാം ഇതിൻ്റെ ഒരു റിസൾട്ട് എത്രമാത്രം ഉണ്ട് എന്നുള്ളത്. പിന്നെ ഇതൊന്ന് ഡ്രൈ ആവട്ടെ. ഒരുപാട് എക്സ്പെൻസ് ഒന്നുമില്ല, നമ്മുടെ വീട്ടിലുള്ള ഐറ്റംസുകൾ വെച്ചിട്ട് തന്നെ നമുക്ക് നല്ല കൊറിയൻ രീതിയിലുള്ള ഒരു ഗ്ലോ ആക്കി എടുക്കാനായിട്ട് പറ്റും. നമ്മുടെ ഫേസൊക്കെ എപ്പോഴും അങ്ങനെ വെട്ടിത്തിളങ്ങി നിൽക്കും. അപ്പോൾ ഇനി ഇതൊന്ന് ഡ്രൈ ആവട്ടെ കേട്ടോ. 5 മിനിറ്റ് നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. അപ്പോൾ ഇതാ നമ്മൾ തേച്ച് കൊടുത്തിട്ടുള്ള നമ്മുടെ ഫേസ് പാക്ക് നല്ലപോലെ ഡ്രൈ ആയി വന്ന് കണ്ടില്ലേ. നമ്മൾ മസാജ് ചെയ്തിട്ടാണ് നമ്മളിത് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് കാണാൻ കഴിയുന്നുണ്ടാവും, നല്ലൊരു ടെക്സ്ചറാണ് ഇതിൻ്റെത്. ഞാൻ അത്രയും ക്ലിയർ ആയിട്ടാണ് നിങ്ങൾക്ക് വീഡിയോയിൽ ഇത് കാണിക്കുന്നത്. ഞാനിപ്പോൾ ഇത് വാഷ് ചെയ്തിട്ടില്ല കേട്ടോ. നമ്മൾ ഇട്ട് കൊടുത്തിട്ട് ഒരു 5 മിനിറ്റ് ഞാനിതൊന്ന് വെയിറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്, ഒന്ന് ഡ്രൈ ആയി വരാൻ വേണ്ടിയിട്ട്. നമ്മൾ സാധാരണ എങ്ങനെയാണോ നമ്മൾ ഫേസ് പാക്കൊക്കെ റെഡിയാക്കി ഇടുന്നത് ആ ഒരു ടെക്സ്ചറിൽ തന്നെ നമുക്കിത് കിട്ടിയിട്ടുണ്ട്. ഇനി ഞാനിത് നല്ലപോലെ ഒന്ന് വാഷ് ചെയ്തിട്ട് നിങ്ങൾക്കൊന്നും കൂടെ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഇതാ ഞാൻ നല്ലപോലെ വാഷ് ചെയ്ത് വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് കാണാൻ കഴിയുന്നുണ്ടാവും എൻ്റെ ഈ ഒരു കൈയും നിങ്ങൾ നോക്കി നോക്കിയേ, കണ്ടില്ലേ നല്ല മാറ്റമുണ്ട്. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്ക്. കണ്ടല്ലോ, ഈ ഒരു കൈ നല്ലൊരു സ്മൂത്തായിട്ടാണ് ഇരിക്കുന്നത്. നമ്മുടെ ഈ ഒരു സ്കിന്ന് നമ്മളൊരു 5 മിനിറ്റ് പോലും ഇത് നമ്മൾ മസാജ് ചെയ്തെടുത്തിട്ടില്ല കേട്ടോ. നിങ്ങൾക്ക് ഞാൻ വീഡിയോയിൽ കാണിച്ചു തന്നിട്ടുള്ള ആ ഒരു ടൈം മാത്രം നമ്മളിത് ചെയ്തെടുത്തിട്ടുള്ളൂ. ഇത്രയും നമുക്ക് ഡിഫറെൻ്റ് ആയിട്ട് നമുക്ക് തോന്നുന്നുണ്ട് ഇല്ലേ. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഇത്രയും യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു അടിപൊളി ഫേസ് പാക്കും കൂടെ കേട്ടോ. അപ്പോൾ ഇനി നമുക്കിതൊരു ബോട്ടിലേക്ക് മാറ്റി വെക്കാം. അപ്പോൾ ഇതാ നമ്മൾ സാധാരണ ആക്കി വെക്കുന്നൊരു ബോട്ടിലാട്ടോ ഇത് ഞാൻ ഇതേപോലെ ആക്കിയിട്ട് ഫ്രിഡ്ജിൽ നമുക്ക് എടുത്തു വെക്കാനായിട്ട് പറ്റും. ഇതുപോലെ ഞാനും മോളും ഉപയോഗിക്കും കേട്ടോ. ഞങ്ങൾക്കിത് ഒരു 6-7 ദിവസത്തിന് തന്നെ ഉണ്ടാവുള്ളൂ. കൂടുതൽ നമ്മളിത് ചെയ്ത് വെക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇതാ നമ്മുടെ അടിപൊളിയായിട്ടുള്ള ഫേസ് പാക്ക് നമ്മളിവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ഫേസ് പാക്കും കൂടെയാണ്. അപ്പോൾ നിങ്ങൾ മസ്റ്റായിട്ട് ട്രൈ ചെയ്ത് നോക്കി ഫീഡ്ബാക്കും കൂടെ അറിയിക്കുക. അപ്പോൾ ഇൻഷാ അല്ലാഹ് നാളെ മറ്റൊരു വീഡിയോ കാണുന്നവരെ അസ്സലാമു അലൈക്കും.